ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ ഒരു 10-22 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു 25 വയസ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു 30 വയസ്സായി, വളരെ ലേറ്റായി അല്ലേ? എന്നിട്ടും ഇതുവരെ നിങ്ങളുടെ കയ്യിൽ അസറ്റ്സ് ആയിട്ട് എന്തൊക്കെയുണ്ട്, എന്താണ് നിങ്ങളുടെ ലയബിലിറ്റീസ് എന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഫെയിലിയർ. ഓഫ് കോഴ്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ, വെൽക്കം ടു ദിസ് വീഡിയോ and watch till the end so you get a lot of information from this video. Of course, I can guarantee ഞാനിത് ഷൂട്ട് ചെയ്തത് വിത്തൗട്ട് എനി സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു. സോ ഞാൻ എൻ്റെ ലൈഫിൽ ഫിനാൻഷ്യൽ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് ബേസിക് ഒരു കാര്യം മനസ്സിലാക്കിയതിന് പിന്നെയാണ്. ബിക്കോസ് വാട്ട് ഈസ് അവർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ചവിട്ടുപടി എന്ന് പറഞ്ഞാൽ. ഞാൻ അങ്ങനെയാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാക്യം അല്ലെങ്കിൽ ഒരു ക്വയറ്റ്, ഡാഷ്. എന്താണ് ഡാഷ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഹീ ഹൂ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഏൺസ് ഇറ്റ്, ഹീ ഹൂ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് or he who not will pays it. വലിയ വില കൊടുക്കേണ്ടവർ മനസ്സിലാക്കി. അതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ മെയിനായിട്ട് നമ്മുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ സേവിങ്സ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും, നമ്മുടെ പാരൻസ് ഉൾപ്പെടെ സേവ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയോ FD ഇടുകയോ RD ഇടുകയോ ചിട്ടിയിൽ ചേരുകയോ ഒക്കെയാണ്. ഇതൊന്നും ഒരു സേവിങ്സ് അല്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ മണ്ട അല്ലെ പൊട്ടാന്ന് വിളിക്കും. എന്നാൽ നമുക്കത് ഡിസ്കസ് ചെയ്യാൻ കുറിച്ച് അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ബിക്കോസ് നിങ്ങൾ 1 രൂപ നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു 100 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് 1 രൂപയല്ല, അല്ലെങ്കിൽ 100 രൂപയല്ല നാളെ. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഹാവ് എ വില്ലൻ ഹിയർ. ഹു ഈസ് ദ വില്ലൻ? വില്ലൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വാല്യൂ ഓഫ് ദ നേഷൻ ഓർ ഓൾ ദ വേൾഡ് ആർ ഫേസിങ് ദിസ് വാല്യൂ. എന്താണത്? ഇറ്റ്സ് കോൾഡ് ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ? പണപ്പെരുപ്പം. നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ മൂല്യം കുറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫ്ലേഷൻ. വൈ വി വാണ്ട് ടു ഫിയർ ദിസ് ഡെവിൾ? ബിക്കോസ് ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു നാട്ടിൽ ഒരു 5 to 7 ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ. നിയർലി എല്ലാ മാസവും നമ്മുടെ ഗവൺമെൻറ് ഏജൻസീസ് ഇത് പുറത്ത് വിടുന്ന കാര്യമാണ്. ഇൻഫ്ലേഷൻ എന്നത് റിയാലിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ന് നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ദ വാല്യൂ വിൽ ബി, ഇഫ് വി ഹാവ് 7% ഓഫ് ഇൻട്രസ്റ്റ്, ഇറ്റ് വിൽ ബി ലൈക്ക് യു ഓൺലി ഹാവ് ദ എബിലിറ്റി ടു സ്പെൻഡ് 93 rupees because 7% is cut. ഓർ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, 1 കിലോ ആപ്പിൾ ഉണ്ട്. 1 കിലോ ആപ്പിൾ നിങ്ങൾ ലാസ്റ്റ് ഇയർ 100 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇപ്പോൾ അതിൻ്റെ വില 107 രൂപയാണ്. നിങ്ങളുടെ 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് ആ ആപ്പിൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫ്ലേഷൻ. അപ്പം നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിക്കാണും എന്തുകൊണ്ടാണ് FD ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഒരു ലയബിലിറ്റിയാണ്, അല്ലെങ്കിൽ അതൊരു തെറ്റായ സേവിങ് മെത്തേഡാണ്. ബിക്കോസ് സേവിങ് എന്ന് പറഞ്ഞാൽ മിനിമം അതിന് നമ്മുടെ പണം അതേപോലെ സൂക്ഷിക്കുക എന്നൊരു അർത്ഥമുണ്ട്. ബട്ട് നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ മണി
കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് നമുക്കത് റിട്ടേൺ കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ്സ് ഫ്യൂ hours ഫോറിന് താഴെയാണ് ആ സംഖ്യ. In case if you do put in FD, it will be like 6 to 7% at max. എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിലും ആ ഒരു റേറ്റ് ആണ് ഫോളോ ചെയ്യാറ്. നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ മേ ബി ഒരു 5.5% സംതിങ് കുറച്ച് വ്യത്യാസം കൂടുതൽ കിട്ടും. ഇറ്റ്സ് റിയൽ. ബട്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാല്യൂ ഇൻഫ്ലേഷൻ അതിനെ ബീറ്റ് ചെയ്യുന്നില്ല എന്നതാണ് റിയാലിറ്റി. നിങ്ങളുടെ മണി ഇൻഫ്ലേഷൻ എമൗണ്ടിനെ ബീറ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് നോട്ട് എ സേവിങ്. മേ ബി ചെറിയൊരു പെർസെൻറ്റേജ് നിങ്ങളുടെ ലോസ് ആയിക്കൊണ്ടും ഇരിക്കുകയാണ്. ബിക്കോസ് ഇൻഫ്ലേഷൻ എമൗണ്ട് ഈസ് മോർ ദാൻ 7 ആൻഡ് യു ഗെറ്റിംഗ്. എത്ര പേര് നമ്മളെല്ലാവരും FD ഇടുന്നുണ്ട്? ഇല്ല. വി ആർ ജസ്റ്റ് കീപ്പിംഗ് അവർ സേവിങ്സ് ഇൻ അവർ ബാങ്ക് അക്കൗണ്ട്. സോ ഇറ്റ് വിൽ ഡീക്കേയിങ് ഓർ ഇൻഫ്ലേഷൻ ഈസ് ഈറ്റിംഗ് അവർ മണി ബിക്കോസ് യു ഗെറ്റിംഗ് ഓൺലി നിയർലി ബിലോ 4% ഇയർ. അതുകൊണ്ടാണ് അതൊരു അസറ്റ് അല്ല എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ മാർക്കറ്റ് എന്തിന് നമ്മുടെ മണി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് അതിൽ വരുന്നത്. ബിക്കോസ് വി വാണ്ട് ടു മേക്ക് മണി ഫ്രം അവർ മണി. നമുക്ക് വെൽത്ത് മാനേജ്മെന്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യം നമ്മൾ ഒന്ന് നമുക്ക് അൺപാക്ക് ചെയ്യാം. He told about this thing called compounding. എന്താണ് കോമ്പൗണ്ടിങ്? മലയാളത്തിൽ പറഞ്ഞാൽ പലിശയുടെ പലിശയുടെ പുറത്തുള്ള പലിശ. It's called compounding and it's very easy subject but and so also ഒരു ഈസി ഇക്വേഷൻ ഉണ്ട്. എനിക്ക് മാത്സിൽ ഒരുപാട് മുമ്പിലായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇക്വേഷൻ ഒന്നും ഓർമ്മയില്ല. I is equal to R rate of interest yearly divided by 100 or something ആണ് ഇക്വേഷൻ. I don't remember that. ഇക്വേഷൻ അറിയേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഈസി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് വി ഗെറ്റ് റിട്ടേൺസ് 10% ഓഫ് റിട്ടേൺസ് നമ്മളൊരു ഫണ്ടിൽ ഇടുകയാണെങ്കിൽ നമ്മളൊരു 10%, ഒരു മിനിമം സ്റ്റാൻഡേർഡായിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഇൻഡെക്സ് ഫണ്ടുകൾ അതെല്ലാം 15% മുകളിൽ നമുക്ക് റിട്ടേൺസ് തന്നതാണ്. സോ എന്നാലും ഞാൻ ഫോർ ഈസി കാൽക്കുലേഷൻ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദ റിട്ടേൺസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ആസ് 10, ആസ് സിമ്പിൾ ആസ് 10. സോ നമ്മൾ 1,00,000 രൂപ അതൊരു നമ്മൾ ലംസം എന്ന് പറഞ്ഞാൽ ഒറ്റ അടിക്ക് ഇടുക. SIP അല്ല. SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നമ്മൾ മന്ത്ലി ഇടുന്നത് അതല്ല. നമുക്ക് ഈസി കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാനൊരു എന്ന് വെച്ചാൽ SIPയുടെ കാൽക്കുലേഷൻ വേറെയാണ്. നമ്മൾ ലംസം വലിയൊരു ഒറ്റയടിക്ക് ഇടുന്നതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ കോമ്പൗണ്ടിങ് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് 10% ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വർഷം നമ്മുടെ 1,00,000 രൂപയുടെ നമുക്ക് റിട്ടേൺസ് എന്ന് പറയുന്നത് 10% will be 10,000. സോ ഫസ്റ്റ് ഇയർ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ 10% ആയ 10,000 അപ്രീസിയേഷൻ ഉണ്ടാവും. സോ നമ്മുടെ ഇപ്പോൾ ടോട്ടൽ നമ്മുടെ ഫണ്ട് 1,10,000 ആണ്. ഓക്കെ, വിൽ ടേക്ക് ദ നെക്സ്റ്റ് ഇയർ. രണ്ടാമത്തെ വർഷം നമ്മൾ ആ ഫണ്ടിലൊന്നും ചെയ്യുന്നില്ല. സ്റ്റിൽ നമ്മൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലംസം എമൗണ്ട് വേറെ ഒന്നും നമ്മൾ ഇടുന്നയോ എടുക്കുകയോ ഇല്ല. ഇപ്പോൾ നമ്മുടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1,10 ഉണ്ട്. സോ നെക്സ്റ്റ് ഇയർ ഇറ്റ് വിൽ ബി make the interest from this returns also. So എന്ന് പറയുമ്പോൾ 1,10 ആണ് പിന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ആവുന്നത്. സോ 10,000 it will be 10% as simple as 1,000 and 1,00,000 again 10,000. സോ രണ്ടാമത്തെ വർഷം നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺസ് 1,21,000 ആണ്. That's it.
and the next month അല്ലെങ്കിൽ next year 1,30,031,100 something. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ കോമ്പൗണ്ടിങ് ചെറിയ രീതിയിലാണ് കോമ്പൗണ്ട് ആയി വരുന്നത്. എന്നാൽ നിങ്ങൾ ഇക്വേഷനിലിട്ട് നമ്മുടെ ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 ഇയറിലോട്ടുള്ള ഒരു കാൽക്കുലേഷൻ നിങ്ങൾ നോക്കുക. പലിശ എത്ര വരും നോക്കുക, ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ എത്ര വരും നോക്കുക. ഇറ്റ്സ് എ ബിഗ് എമൗണ്ട്. അതൊരു ചെറിയ ഗ്രോത്ത് അല്ല. നമുക്കത് കാണാൻ കുറച്ച് പ്രയാസമാണ്. ആദ്യത്തെ കുറച്ച് വർഷം നമുക്ക് കാണാൻ പ്രയാസമാണെങ്കിലും eventually the 8th wonder will kicks in after some long time, maybe ഒരു 10 years. Okay, ഇത് തന്നെയാണ് നമ്മൾ SIP മാജിക്കും കാണാൻ പോകുന്നത്. SIP കുറച്ചും കൂടെ നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, ബിക്കോസ് നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് പ്ലാൻ, നമുക്ക് വാട്ട് എവർ പ്ലാൻ, ഇപ്പം നോർമലി നമ്മൾ കേസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറ് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാറാണ്. ഇത് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ പറയാം, ബിക്കോസ് ഓരോരുത്തരുടെ വെൽത്ത് എന്ന് പറയുന്നത് അവരുടെ കൺസെപ്റ്റിൽ പലതരമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നും പറയാത്തത്. കാരണം ഏത് പ്ലാൻ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല ആസ് പെർ ഗൈഡ് ലൈൻസ്. സോ നമ്മൾ ഒരു റിട്ടയർമെന്റ് പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യാൻ, നമ്മളൊരു SIP അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഗോൾ ബേസ്ഡ് ആയിരിക്കും. ഞാൻ എൻ്റെ ഗോൾ ബേസ് ചെയ്തിരിക്കുന്നത് I don't want to work after my 40s. 40 വയസ്സ് കഴിഞ്ഞ് എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. I need to be spare my time in my hobbies, my fun. Maybe വലിയ എക്സ്പെൻസീവ് ഫൺ ആയിരിക്കില്ല, മിനിമൽ ആയിരിക്കും. സോ ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ ഈ 40 വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഇറ്റ് ഷുഡ് ബി മിനിമം ഓഫ് 5 CR, ഒരു 5 കോടി രൂപ വേണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാണ് ഞാൻ എൻ്റെ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദ മാജിക് ഓഫ് കോമ്പൗണ്ടിങ് ഈസ് എന്താന്ന് പറഞ്ഞാൽ, മാജിക് ഓഫ് കോമ്പൗണ്ടിങ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരു SIP കാൽക്കുലേറ്റർ എന്ന് പറയുന്നൊരു കാൽക്കുലേറ്റർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഗ്രോ. ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സും എല്ലാം നമുക്ക് വിൽക്കാനും വാങ്ങാനും ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ SIP എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ്. അല്ലെങ്കിൽ സെറോദയിലൊരു കാൽക്കുലേറ്റർ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. കുറച്ചും കൂടി ഈസി യൂസ് ചെയ്യാൻ ഇപ്പോഴും നമ്മുടെ ഗ്രോ ആണ് ഇപ്പം ഈസിയാണ്, എല്ലാവർക്കും മനസ്സിലാവും. സിമ്പിളായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആഡ് ചെയ്യാനും എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യും. സോ നമ്മൾ ആ കാൽക്കുലേറ്റർ, ഐ വിൽ ഷോ ദ കാൽക്കുലേറ്റർ നൗ, ബിക്കോസ് ഞാൻ എൻ്റെ ഗോള് വെച്ച് എത്രയാണ് ഞാനിപ്പോൾ ഒരു നോർമൽ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾക്ക് ഇതുവരെ ഒരു 5 ഇയറിൽ കിട്ടിയ റിട്ടേൺസ് ഒരു ആവറേജ് എൻ്റെ ബെഞ്ച് മാർക്ക് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ചെറിയ സ്മോൾ ക്യാപ് കമ്പനീസിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാറ്. സ്മോൾ ടു മിഡ് ക്യാപ് എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പനിക്ക് പൊട്ടൻഷ്യൽ ഗ്രോത്ത് കൂടുതലാണ്. അതേപോലെ അതിന് താഴോട്ടും പോകാൻ തീർച്ചയായിട്ടും റിസ്ക് അതിനകത്ത് ഇൻവോൾവ്ഡ് ആണ് എന്നതാണ് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 5 CR ആണ്. സോ 5 CRൽ നമ്മൾ എത്ര കൊല്ലം, ഇപ്പോൾ എനിക്കൊരു ആവറേജ് ഒരു ജസ്റ്റ് ഫോർ എക്സാമ്പിൾ അല്ല, നിയർലി 25, എനിക്കിപ്പോൾ 25, മൈ ടാർഗറ്റ് ഈസ് 40. സോ എനിക്കിപ്പോൾ 15 വർഷം കൂടെ ആണുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു എമൗണ്ടിൻ്റെ അടുത്താണ് അടയ്ക്കുന്നത്. സോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഫണ്ട് എനിക്ക് ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ 3 ഇയറിൽ റിട്ടേൺസ് 40, 30, 36, 40% റിട്ടേൺസ് കിട്ടിയതാണ്. യെസ്, ഇറ്റ്സ് ഹാപ്പൻസ്. ദെൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 1 ലക്ഷം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ എനിക്ക് 1.30 മേളിൽ കിട്ടിയതാണ് എൻ്റെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്.
കാരണം ഞാൻ ചെറിയ ഫണ്ട് കമ്പനീസിലാണ്, കുറച്ചും കൂടെ റിസ്ക് ആപ്പറ്റൈറ്റ് എനിക്ക് കൂടുതലാണ്. ഞാൻ റിസ്ക് എടുത്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാറ്. നിങ്ങൾക്ക് അത്ര റിസ്ക് എടുക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ വലിയ കമ്പനീസ്, അത് പെട്ടെന്ന് വോളറ്റാലിറ്റി എന്ന് പറയും നമ്മളതിനെ. വോളറ്റാലിറ്റി കുറച്ച് കുറവായിരിക്കും, ബട്ട് സേഫ് ആയിരിക്കും, ബട്ട് റിട്ടേൺസ് കുറച്ച് കുറവായിരിക്കും. സോ ഞാൻ ഇപ്പോൾ എൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ എമൗണ്ടിലെത്താൻ വേണ്ടി, ആസ് യു ക്യാൻ സി, നമ്മൾ ഇപ്പോൾ 15 വർഷമുണ്ട്. 15 വർഷം കൊണ്ട് ഈ 5 CR ഉണ്ടാക്കാൻ, 5 CR നമുക്ക് കിട്ടാൻ, 5 CRന് മേളിലൊരു ഇതാണ് കിട്ടുന്ന രീതിയിലാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ മന്ത്ലി വെറും 50,000 രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20% ഓഫ് ആനുവൽ റിട്ടേൺസ്. ഇതൊരു ബേസിക് ആണ്. നമ്മുടെ രാജ്യം ഇനി വൻ രീതിയിൽ വളരാൻ പോകുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ 20 ഒരു ആവറേജ് ഒരു 25 വരെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ എൻ്റെ പോർട്ട്ഫോളിയോ അങ്ങനെ ഗ്രോ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് ഐ ട്രസ്റ്റ് മൈ കൺട്രി. എനിക്ക് എൻ്റെ രാജ്യത്തെ വിശ്വാസമാണ്. എൻ്റെ രാജ്യം മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ ഞാനൊരു 50,000 വെച്ച് 15 ഇയേഴ്സ് 15 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുകയാണെങ്കിൽ എൻ്റെ ഗോളായ 5 CR ഒക്കെ ഈസി ആയിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാവുന്നേ ഉള്ളൂ. ആസ് പെർ കറണ്ട് നമ്മൾ ഈ ഒരു ബെഞ്ച് മാർക്കായ റിട്ടേൺസ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു 30% ഒക്കെ നമുക്ക് റിട്ടേൺസ് കിട്ടുമെങ്കിൽ ദ ഫൺ ആൻഡ് ആവറേജ്, അല്ലെങ്കിൽ ആവറേജ് നമ്മുടെ റിട്ടേൺസ് ആഫ്റ്റർ 15 ഇയേഴ്സ് ഏകദേശം 17 കോടി രൂപയാണ്. യെസ്, ഇത് നമുക്ക് ആദ്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ദ റിട്ടേൺസ് ഈസ് ലൈക്ക് 17 crore 25 lakh 52,000 സംതിങ് ആണ്. നിങ്ങൾക്ക് SIP കാൽക്കുലേറ്റർ എടുത്താൽ ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. 50,000 രൂപ വെച്ച് നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഞാനിപ്പോൾ ഒരു 5 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു എമൗണ്ട്, അതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക്കിനെ പറ്റി ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരു 5 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു 30 ഇയേഴ്സിനാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്കത് വലിയ വില കൊടുക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുവാണെങ്കിൽ, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ, ഈ 5 CR നമ്മൾ 10 വർഷം കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 75,000 അടയ്ക്കണം. നമ്മൾ 75,000 രൂപ വെച്ച് അടയ്ക്കണം. നമുക്ക് 10 കൊല്ലം കൊണ്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് ആയ 5 CR ക്രോസ് ചെയ്യാം. ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് കോമ്പൗണ്ടിങ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നിസാര പൈസ, നിങ്ങളുടെ ചെറിയൊരു എമൗണ്ട് വെച്ച് വലിയൊരു മാജിക് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അത് 50,000 10,000 ആവണമെന്നില്ല. നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് 100 രൂപ അല്ലെങ്കിൽ 50 രൂപ വെച്ച് നമുക്ക് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പല കമ്പനീസിലും പല ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട് തന്നെ ഉണ്ട്. നമ്മൾ ബേസിക് ആയിട്ടൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഗ്രോത്ത് ആണ്. നമ്മൾ കൂടുതൽ പലതരം മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. സെക്ടോറിയൽ ഉണ്ട്. ഡിവിഡൻഡ് നമുക്ക് തരുന്നത്, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ്സ്, അത്ര ബേസിക് ആയിട്ട് പറഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ്സ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ അവർ ചെറിയൊരു എമൗണ്ട് ആഫ്റ്റർ ഡിക്ലെയറിംഗ് പ്രോഫിറ്റ് ദേ വിൽ സ്പ്ലിറ്റ് ആൻഡ് സെൻഡ് ടു അവർ ബാങ്ക് അക്കൗണ്ട്. ഓർ മേ ബി ഡിവിഡൻഡ് വിൽ ബി നമ്മുടെ NAV അല്ലെങ്കിൽ ഷെയർസ് ആണെങ്കിൽ ഷെയർസ് സ്പ്ലിറ്റ് ആയി ചിലപ്പോൾ ഒരു പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഈ ഡിവിഡൻഡ് ഉള്ള സ്റ്റോക്സ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഉള്ള മ്യൂച്വൽ ഫണ്ടിന് ഗ്രോത്ത് വളരെ കുറവായിരിക്കും. വളരെ കുറവെന്നല്ല, കമ്പയർ ടു ഗ്രോത്ത് ഫണ്ട് ഈ ഡിവിഡൻഡ് കിട്ടുന്ന സ്റ്റോക്കിന് കുറവായിരിക്കും എന്നതാണ് റിയാലിറ്റി. സോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളൊരു യങ് പേഴ്സൺ ആണെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഗോ ഫോർ
ദ സ്മോൾ സെക്ടേഴ്സ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു യങ്സ്റ്റർ ആണെങ്കിൽ, ഒരു 25 താഴെയുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 30 താഴെയുള്ള ആളാണെങ്കിലും തീർച്ചയായിട്ടും ഗോ ഫോർ ദ സ്മോൾ ക്യാപ്പ് ഫണ്ട്. ബിക്കോസ് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് കൂടുതലായിരിക്കും. യു ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് യുവർ ലൈഫ്. സാലറി കിട്ടുന്നേ ഉള്ളൂ. ഒരുപാട് വർഷം നിങ്ങൾക്ക് ഇനി വർക്ക് ചെയ്യാനുണ്ട്. ഇഫ് എനിത്തിങ് ഗോസ് റോങ് യു ക്യാൻ ജസ്റ്റ് റീസ്റ്റാർട്ട് യുവർ ഇൻവെസ്റ്റ്മെന്റ്. ദാറ്റ്സ് ഇറ്റ്. ബട്ട് ഇതെന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഈ സേവിങ്സ് നമ്മൾ ഇത്രയും നേരത്തെ ചെയ്യണം എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ഇത് ഒരു മാതിരി കാശ് ഉണ്ടാക്കുന്ന പരിപാടി മാത്രം. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. നമുക്കൊരു സേവിങ്സ് മെൻറ്റാലിറ്റിയും നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ ലൈബിലിറ്റീസ് പകുതി നമ്മൾ ഒഴിവാക്കാനുള്ളത് ഒരു മോട്ടിവേഷൻ തന്നെയാണ് നമുക്ക് ഈ ഫിനാൻഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റാർട്ട് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് ഏത് ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ കാര്യം നമുക്ക് നെക്സ്റ്റ് മന്ത് കുറച്ചും കൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ ഷെയർ ചെയ്യാം. സോ കൂടുതൽ പറഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. ഞാൻ ബേസിക് ആയിട്ടൊരു ഐഡിയ ആണ് ഈ വീഡിയോയിൽ തരാൻ ആഗ്രഹിച്ചത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഹു needs it. Yeah, maybe. So wishing an amazing day. So bye from P4 Bye. See you soon. Bye.